യാക്കോബായ സഭ പരമാധ്യക്ഷൻ ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവ കേരളത്തിൽ നാളെ ചേരുന്ന സഭാ സുന്നഹദോസ് യോഗത്തിൽ പങ്കെടുക്കുന്ന പാത്രിയാർക്കീസ് ബാവ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവയുടെ 40ാം ചരമദിന ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാനി പോൾ ആണ് ചേരുന്നത്. ഡാനി, പാത്രിയാർക്കീസ് ബാവ കേരളത്തിൽ എത്തിയിട്ടുണ്ട്. ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനോടൊപ്പം അടുത്തതാര് എന്നതിൽ തീരുമാനവുമാകുമോ? അഭിലാഷ 10 ദിവസത്തെ സന്ദർശനത്തിനായാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. പ്രഥമമായ ഒരു പരിഗണന എന്ന് പറയുന്നത് നമുക്കറിയാം, കാതോലിക്ക ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവയുടെ 40ാം ചരമദിന ചടങ്ങുകളിലടക്കം പങ്കെടുക്കുക എന്നത് തന്നെയാണ്. ഇന്ന് പാത്രിയാർക്കീസ് സെൻറ്ററിലേക്ക് പുത്തൻകുരിശിലേക്ക് പോകുന്ന അദ്ദേഹം അവിടെ ബാവയുടെ കബറിടത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കും. തുടർന്ന് നാളെയും പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കും. നാളെയാണ് സിനഡൽ യാക്കോബായ സഭ സിനഡൽ നടക്കുക, അതിൽ പങ്കെടുക്കും. തുടർന്ന് തിങ്കളാഴ്ച ഓർമ്മ ദിനമായ അന്ന് പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളും അതോടൊപ്പം തന്നെ അനുസ്മരണ സമ്മേളനവും നടക്കും. ഇതിനുശേഷം അദ്ദേഹം 17ാം തീയതി വരെ ഇവിടെ തുടരുകയും ചെയ്യും. പക്ഷേ ഇതിനിടയിൽ കാര്യമായ മറ്റു പരിപാടികളൊന്നും തന്നെയും അദ്ദേഹം ചാർട്ട് ചെയ്തിട്ടില്ല. ഏറ്റവും പ്രധാനം സിനഡിൽ പങ്കെടുക്കുക എന്നത് തന്നെയാണ്. അതിൽ നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഇതിൽ അടുത്തത് ആര് എന്നത് സംബന്ധിച്ച് യാക്കോബായ സഭയെ സംബന്ധിച്ച് വ്യക്തമായൊരു കാര്യങ്ങളുമെല്ലാമായിട്ടുണ്ട്. അത്തരം തന്നെ ഒരു ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം ഇതിൽ ഉണ്ടാകുമോ, അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തോടനുബന്ധിച്ച് ഉണ്ടാകുമോ, അത്തരം ചടങ്ങുകൾ നടക്കുമോ എന്നതാണ്. എന്തായാലും അത് സിനഡിൽ നടക്കുന്ന ദിവസമായിരിക്കും അദ്ദേഹമായിരിക്കും അതിൻ്റെ ഒരു ഔദ്യോഗികമായൊരു പ്രഖ്യാപനം നടക്കുക. അധ്യക്ഷനെ വാഴിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്ന് നാളെ നടക്കുന്ന സിനഡിൽ ഒരുപക്ഷെ ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനവും കാര്യങ്ങളുമെല്ലാം തന്നെ ഉണ്ടാകും. ഇത് സംബന്ധിച്ചൊരു നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മലങ്കര സഭയുടെ അടുത്ത ഒരു മുന്നോട്ട് നയിക്കാനായിട്ട് കാതോലിക്ക യാക്കോബായ സഭയെ നയിക്കാൻ മുന്നോട്ട് വരിക എന്ന രീതിയിൽ തന്നെ അതെല്ലാം തന്നെ നേരത്തെയും തീരുമാനിക്കുകയും പ്രഖ്യാപിക്കപ്പെട്ടതുമാണ്. ജോസഫ് മാർ ഗ്രിഗോറിയോസ് അടക്കം ഇതിൽ കൃത്യമായ രീതിയിൽ ഇപ്പോഴത്തെ മെത്രാപ്പോലിത്തൻ ട്രസ്റ്റ് തന്നെയായിരിക്കും തുടർച്ചയായിട്ട് അതിൽ ഉണ്ടാകുക. സഭയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് അദ്ദേഹം വരിക. അപ്പോൾ അതിൻ്റെ ഒരു ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനവും തുടർ ചടങ്ങുകളും ഉണ്ടാകുമോ എന്നതാണ് എല്ലാവരും തന്നെ ഉറ്റുനോക്കുന്നത്. അതൊരു പക്ഷേ സിനഡിലടക്കം ഈ സിനഡിൽ പങ്കെടുത്തുകൊണ്ട് തീരുമാനത്തിൽ ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനവും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടാകാം. മറ്റൊന്ന്, ഇപ്പോൾ നമുക്കറിയാമല്ല നടക്കുന്ന ഒരു ചർച്ച പ്രധാനമായി യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ തമ്മിലുള്ള ചർച്ചയ്ക്ക് പുതിയൊരു വഴിയിലേക്ക് വന്നിട്ടുണ്ട്. അതൊരു സമാധാനത്തിനുള്ളൊരു വലിയ ശ്രമങ്ങളുടെ അടക്കമുള്ളൊരു കാൽവെപ്പിലേക്കെല്ലാം തന്നെ നീങ്ങിയിട്ടുമുണ്ട്. അത്തരം ഒരു നിർണായകമായ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചകളുടെ വഴി തുറന്നെടുക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് ബാവ ഇവിടേക്ക് എത്തുന്നത് എന്നതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് ഏതെങ്കിലും രീതിയിലൊരു ചർച്ചയും ആ സിനഡിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഔദ്യോഗികമായി സംബന്ധിച്ച് ഇതുവരെയും യാതൊരു അറിയിപ്പോ കാര്യങ്ങളോ വന്നിട്ടില്ല. പക്ഷേ അത്തരം കാര്യങ്ങൾക്ക് കൂടി വളരെയധികം സാധ്യത അവശേഷിക്കുന്നുണ്ട്. എന്തായാലും 10 ദിവസത്തെ സന്ദർശനത്തിനായി അദ്ദേഹം എത്തിയിരിക്കുന്നു. ബാവയുടെ ഓർമ്മ ചടങ്ങുകളിലടക്കം പങ്കെടുത്തുകൊണ്ട് മറ്റു ദിവസങ്ങളിലേക്ക് നീക്കിവെക്കുക പ്രാർത്ഥനയ്ക്കും മറ്റുമായിട്ടാണെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എങ്കിലും അതിൽ ഏതെങ്കിലും രീതിയിലൊരു ചർച്ചകളുടെ ഒരു ദിവസം കൂടി ഉണ്ടായേക്കാമെന്നാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ അതിഥിയായിട്ടാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. അല്പസമയം മുൻപാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അദ്ദേഹം എത്തുന്നത്. ഇവിടെ ജനപ്രതിനിധികളടക്കം അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി എത്തിയിരുന്നു. നിരവധിയായ വിശ്വാസങ്ങളും ഇവിടേക്ക് വന്നിരുന്നു. ഇപ്പോൾ പുത്തൻകുരിശിലേക്കുള്ള യാത്രാമതിയാണ് അദ്ദേഹം. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങൾ ആണ് ഡാനി പോൾ നൽകിയത്.